കാട്ടാനശല്യത്തിൽ പൊറുതിമുട്ടി വയനാട് പൊഴുതന ഗ്രാമം. മഴയ്ക്കൊപ്പം കാട്ടാനകളും ചേർന്നതോടെ കടുത്ത ആശങ്കയിലാണ് പ്രദേശവാസികൾ. 2 ആഴ്ചയായി ജനവാസ മേഖലയിൽ തുടരുന്ന കാട്ടാനകളെ തുരത്താനുള്ള തീവ്രശ്രമത്തിലാണ് വനം വകുപ്പ്. സുഗന്ധഗിരി, പൊഴുതന, മേൽമുറി, സേട്ടുകുന്ന് പ്രദേശങ്ങളിലാണ് കാട്ടാനശല്യം തുടരുന്നത്. നേരം ഇരുട്ടുന്നതോടെ കുടുംബങ്ങൾ വീടിന് പുറത്തിറങ്ങാൻ ഭയക്കുന്ന സ്ഥിതിയുണ്ട്. കാടിറങ്ങിയെത്തുന്ന കാട്ടാനക്കൂട്ടം കൃഷിയിടങ്ങൾ പലതും നശിപ്പിച്ചാണ് കാട് കയറുക. രാത്രിയിൽ മാത്രം എത്തിയിരുന്നവ ഇപ്പോൾ പകലുമെത്തി മണിക്കൂറുകളോളം പ്രദേശത്ത് തമ്പടിക്കുകയാണ്. ഇതോടെ ജനങ്ങളുടെ സ്വൈര്യജീവിതം നഷ്ടപ്പെടുന്ന സ്ഥിതിയാണ്. ബുദ്ധിമുട്ട് ഇറങ്ങാൻ പുറത്തിറങ്ങാൻ പേടിയാണ്. ഏത് സമയത്ത് ഒരു വാർക്കം ഉണ്ടാവും. അപ്പം ഇന്നലൊക്കെ നേരം വിളിക്കോളം നമ്മളെ മുറ്റത്തുണ്ട്. പിച്ച കാട്ടി തന്നില്ലേ. ഒരടുത്ത വീട്ടിലേക്ക് പോകാൻ പറ്റില്ല. ഒരു വെള്ളം തിരിക്കാൻ ഞങ്ങൾക്ക് ഫോറസ്റ്റ് പോകണം. ഒരാളെ ഇതില്ലാണ്ട് പോകാൻ പറ്റും. ഇതല്ലേ പേടി. ഇപ്പം നേരം വെളുത്ത മിഞ്ഞാന്ന് ഒരാളിവിടെ ഭാഗ്യത്തിൽ രക്ഷപ്പെട്ട. കഴിഞ്ഞ ദിവസം പൊഴുതന ടൗണിൽ കാട്ടാനയുടെ ആക്രമണത്തിൽ നിന്നും തലനാരിഴയ്ക്കാണ് 3 വിദ്യാർത്ഥികൾ രക്ഷപ്പെട്ടത്. മറ്റൊരു ആക്രമണത്തിൽ വയോധികന് കാലിൽ ഗുരുതര പരിക്കേറ്റു. വനാതിർത്തികളിൽ സ്ഥാപിച്ച വേലികൾ പലതും പ്രവർത്തനക്ഷമമല്ലാതായതോടെ പുതിയ ഹാങ്ങിങ് ഫെൻസിംഗ് നിർമ്മിക്കാനുള്ള നീക്കത്തിലാണ് പഞ്ചായത്ത്. അതേസമയം മേഖലയിൽ പ്രദേശത്ത് തമ്പടിച്ചിരിക്കുന്ന കാട്ടാനയെ തുരത്താനുള്ള നീക്കവും വനവകുപ്പ് തുടരുകയാണ്. ജനം, വയനാട്.